എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ 2014 നടന്ന ചോദ്യ പേപ്പറിന്റെ രണ്ടാമത്തെ പാർട്ട് കൂടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം 7 ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ വയസ്സ് ചുവടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. തൊഴിലാളികളുടെ വയസ്സിന്റെ മാധ്യം കണ്ടുപിടിക്കുക. ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ മാധ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2 കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഒന്ന് മാധ്യം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ മധ്യമം കണ്ടുപിടിക്കുക. അതായത് അരിത്തമെറ്റിക് മീൻ, രണ്ടാമത്തത് മീഡിയൻ. ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ ആണ് തന്നിട്ടുള്ളത്, അതായത് മാധ്യം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ 2 കോളങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 2 കോളങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ വരക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മധ്യമ സംഖ്യയാണ്, അതായത് മിഡ് പോയിന്റ് ആണ് നമ്മൾ എഴുതാറുള്ളത്. അവസാനത്തില് ആകെ എന്നുള്ള സംഖ്യയും. അപ്പൊ ഇവിടെ നോക്കുക, ഈ കോളം നമ്മൾ എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കുക. ഇവിടെ 20, 30 ആണ്. അപ്പൊ അതിന്റെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 20, 30 കൂട്ടിയാൽ 50 ആണ്. 50ന്റെ പകുതി 25. ഇനി ഇവിടെ 30, 40, 70 ആണ്. 70ന്റെ പകുതി 35. ഇതിന്റെ മധ്യത്തിലുള്ള സംഖ്യയാണ് വരിക. അപ്പൊ ഇനി ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടും 45. ഇവിടെ 55, 65, 75. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആകെ എന്നുള്ള കോളാണ്. ആകെ എന്നുള്ള കോളം ഇത് 2 ഗുണിക്കാണ് വേണ്ടത്. അതായത് എണ്ണവും ഇപ്പോൾ നമുക്ക് കിട്ടിയ മിഡ് പോയിന്റ്, അതായത് മധ്യമ സംഖ്യയും ഇവിടെ ഗുണിക്ക ചെയ്യാം. അപ്പൊ 5, 25, 125. ഇനി 8, 35, 8, 35, 280. അടുത്ത നോക്കാം, 12 ഗുണിക്കണം 45, 540. 9 ഗുണിക്കണം 55, 495. ഇനി 5 ഗുണിക്കണം 65, 325. 1 ഗുണിക്കണം 75, 75. ഇനി നമുക്ക് ഈ ഗുണിച്ച് കിട്ടിയ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടുക. അത് താഴെ എഴുതി കൊടുക്കുക. ഈ സംഖ്യകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1840 കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ മാധ്യമാണ് കാണേണ്ടത്. അപ്പൊ മാധ്യം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ആകെ സംഖ്യ എണ്ണം എന്നാണ്. അപ്പൊ ആകെ എന്നുള്ളത് നമുക്ക് ഇവിടെ കൂട്ടി കിട്ടിയത് 1840 ഹരിക്കണം എണ്ണം എന്ന് പറയുന്നത് 40. ഇനി ഇത് തമ്മിൽ ഹരിക്കാണ് വേണ്ടത്. അപ്പൊ ഹരിക്കുമ്പോൾ 0, 0 നമുക്ക് വെട്ടിക്കളയാം. ഇനി 4, 18 4 പ്രാവശ്യം ഉണ്ടാവും. ശിഷ്ട 2 ആയിരിക്കും. ഇവിടെയുള്ള 4 കൂടെ കൂട്ടി 24. 24 4 6 പ്രാവശ്യം. അപ്പൊ 46 എന്ന് കിട്ടും. ഇത്രയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് 2 കോളങ്ങൾ പരീക്ഷ ചോദ്യത്തിൽ ഉണ്ടാവും. നമ്മൾ 2 കോളങ്ങൾ എക്സ്ട്രാ വരക്കണം. ഈ കോളം എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളുടെ മധ്യസംഖ്യയാണ്. അതുപോലെ തന്നെ 3ാമത്തെ കോളം നമുക്ക് കിട്ടുന്നത് ഇത് 2 ഗുണിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഗുണിച്ച് കിട്ടിയ സംഖ്യകള് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1840 കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ മാധ്യം എന്ന് പറയുന്നത് 1840 ഹരിക്കണം 40 = 46. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം, സംഖ്യാരേഖ വരച്ച് റൂട്ട് 5 അടയാളപ്പെടുത്തുക. അപ്പോൾ സംഖ്യാരേഖ വരക്കേണ്ടത് നമുക്കറിയാം. ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് നമ്മളൊരു നേർരേഖ വരക്കുക. നേർരേഖ വരച്ച ശേഷം കൃത്യമായിട്ട് സെന്റിമീറ്റർ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇതുപോലെ 0, 1, 2, 3, 4 എന്നിങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മട്ട ത്രികോണം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പൊ ആദ്യം ഇവിടെ നോക്കാം, പാദം 1 സെന്റിമീറ്ററും ലംബം 1 സെന്റിമീറ്ററും ആണെങ്കിൽ ഇതിന്റെ കർണം √2 ആയിരിക്കും. അപ്പൊ
അപ്പൊ നമുക്ക് നല്ല ഈ ഒരു ചിത്രം ഓർമ്മ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പൊ ഞാൻ ഇവിടെ വേറെയും ചിത്രം വരക്കുന്നുണ്ട്. ഇതിന്റെ പാദം √2, ലംബം 1 ആണെങ്കിൽ ഇതിന്റെ കർണം √3 ആയിരിക്കും. ഇനി വേറൊരു ചിത്രം നോക്കാം നമുക്ക്. പാദം √3, ലംബം 1 ആണെങ്കിൽ കർണം √4 ആയിരിക്കും. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇവിടെ 1 ലംബം 1 ആണെങ്കിൽ √2, √2 1 ആണെങ്കിൽ √3, √3 1 ആണെങ്കിൽ √4. ഇനി നോക്കൂ, ഇതേ പാറ്റേൺ ആണെങ്കിൽ √4 1 ആണെങ്കിൽ ഇവിടെ നമുക്ക് √5 കിട്ടും. അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുന്ന √5 സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താനാണ്. അപ്പൊ ഇവിടെയാണ് √5 വരുന്നത്. അപ്പൊ ഈ ചിത്രമാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കാം. ഇവിടെ √4 എന്നാണ്. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എന്നാണ്. √4 എന്ന് പറഞ്ഞാൽ 2. അതുപോലെ √9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3. √16 എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ √4ഉം 1ഉമായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് √5 കിട്ടും. ഈ √5 ആണ് നമുക്ക് സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ √4 എന്നുള്ളതിന് പകരം ഞാൻ 2 എന്ന് എടുക്കുന്നു. അതായത് 2ഉം √4ഉം തുല്യമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ സംഖ്യാരേഖയിൽ നോക്കാം. ഇവിടെ 0, 1, 2. അപ്പൊ പാദം നമുക്ക് ഇവിടെ √4, അതായത് 2 എന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് മുകളിലേക്ക് 1 യൂണിറ്റ് അടയാളപ്പെടുത്തുക. 1 യൂണിറ്റ്. ഇനി ഈ 0ഉം ഈ ലംബത്തിന്റെ അഗ്രവും യോജിപ്പിക്കുക. അപ്പൊ ഇതിന്റെ നീളമാണ് √5 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് ഉപയോഗപ്പെടുത്തി ഈ 0ത്തിൽ കോമ്പസ് വെക്കാൻ. ഞാൻ കോമ്പസ് എടുക്കുന്നില്ല. കോമ്പസ് 0ത്തിൽ വെച്ച് പെൻസിലിന്റെ ഭാഗം ഈ മുകളറ്റത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം വരക്കുന്നു. ഇത് ആരമായി കൊണ്ട് ഇങ്ങനെ വൃത്തം വരക്കുന്നു. മുകളിലോട്ട് അതിങ്ങനെ പോകും വൃത്തം വരക്കാം. അപ്പൊ ഞാനിങ്ങനെ ഏകദേശം വരച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഇതിന് മുകൾ ഭാഗത്ത് താഴോട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ നീളം, അതായത് ഇവിടെ നിന്ന് 0ത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് √5. ഈ നീളമാണ് നമ്മൾ ഇവിടെ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് സംഖ്യാരേഖയിൽ √3ഉം √2 ഇങ്ങനെ തുടങ്ങിയ സംഖ്യകളൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അപ്പൊ ഈ ഒരു മട്ട ത്രികോണത്തിന്റെ ചിത്രങ്ങൾ, ഇതിന്റെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം. ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിന്റെ നീളവും വീതിയും കൂട്ടിയപ്പോൾ 22 മീറ്റർ എന്ന് കിട്ടി. സ്ഥലത്തിന്റെ പരപ്പളവ് 105 ചതുരശ്ര മീറ്റർ ആയാൽ സ്ഥലത്തിന്റെ നീളവും വീതിയും കാണുക. ഇവിടെ അല്ലെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് ഇത് ചെയ്യാം, അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നോക്കാം, ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിന്റെ നീളവും വീതിയും കൂട്ടിയപ്പോൾ. അപ്പൊ നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ കാര്യം നീളം പ്ലസ് വീതി, ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 22 മീറ്റർ. ഇനി ഇതിൽ തന്നിട്ടുള്ളത് ഇതിന്റെ ഈ സ്ഥലത്തിന്റെ പരപ്പളവാണ്. പരപ്പളവ് തന്നിട്ടുള്ളത് 105 ചതുരശ്ര സെന്റിമീറ്റർ. ഞാൻ സെന്റിമീറ്റർ സ്ക്വയർ ഒന്ന് കൊടുത്തു. ഇനി നോക്കാം, ഇതിന്റെ നീളം വീതിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, നീളം എന്നുള്ളത് നീളവും വീതിയും കൂട്ടിയാൽ 22 എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നീളം സമം x എന്ന് കൊടുക്കുന്നു. അപ്പോൾ വീതി എന്ന് പറയുന്നത് 22ൽ നിന്ന് x കുറച്ചാൽ മതി. കാരണം രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 22 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീളം ഞാൻ x എടുത്തപ്പോ വീതി എത്രയായിരിക്കും? 22 മൈനസ് x. ഇനി ഇത് രണ്ടും ഗുണിക്കുക, അതായത് നീളവും വീതിയും ഗുണിച്ചതാണ് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ x ഗുണിക്കണം 22 മൈനസ് x. ഒരു സംഖ്യയെ 2 സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടായിരിക്കണം ഗുണിക്കേണ്ടത്. അപ്പൊ നീളം ഗുണിക്കണം വീതി സമം 105. ഇതാണ് പരപ്പളവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കാം. അതുവഴി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നോക്കാം, അപ്പൊ x ഗുണിക്കണം 22x. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് കൊടുക്കുന്നു. x ഗുണിക്കണം x സ്ക്വയർ സമം 105. ഇനി നോക്കാം, ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിനെ നമുക്ക് രണ്ടാകൃതിയുടെ
ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. അതായത് ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെ ഫസ്റ്റിൽ എഴുതുന്നു. അപ്പൊ മൈനസ് എക്സ് സ്ക്വയറിനെ ഞാൻ പ്ലസ് എക്സ് സ്ക്വയർ ആക്കി എഴുതുന്നു. അതായത് മൈനസിനെ പ്ലസ് ആക്കുമ്പോൾ പ്ലസ് ഉള്ളതിനേക്ക് മൈനസ് ആക്കുകയും വേണം. അപ്പൊ ഞാൻ മൈനസ് എക്സ് സ്ക്വയറിനെ പ്ലസ് എക്സ് സ്ക്വയർ എന്നാക്കി. പ്ലസ് 22x ഞാൻ മൈനസ് 22x എന്ന് എഴുതി. സമം എന്ന് എഴുതി. പ്ലസ് 105 എന്നുള്ളത് മൈനസ് 105 എന്ന് എഴുതി. ഇനി നോക്കാം, ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ചെയ്യുന്നത് വർഗ തികവ് എന്നുള്ള രൂപത്തിലാണ്. അതായത് ഇവിടെ കാണുന്ന എക്സിന് മുന്നിലുള്ള സംഖ്യ 22 ആണ്. 22ന്റെ പകുതിയുടെ വർഗം, അതായത് 22ന്റെ പകുതി എന്ന് പറയുന്നത് 11 ആണ്. 11ന്റെ വർഗം ഇരുഭാഗത്തും കൂട്ടിക്കൊടുക്കുക. അപ്പൊ 11ന്റെ വർഗം, അതായത് 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. ഇത് രണ്ട് ഭാഗത്തും കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് ഇത് സമവാക്യത്തെ എക്സ് സ്ക്വയർ മൈനസ് 22x പ്ലസ് 121 സമം മൈനസ് 105 പ്ലസ് 121 എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സമവാക്യമാക്കി എഴുതുന്നത് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എന്ന് എടുക്കുന്നു, മൈനസ് കൊടുക്കുന്നു, പിന്നെ 22ന്റെ പകുതി എന്ന് പറയുന്നത് 11. ഇതിനെ ഹോൾ സ്ക്വയർ ആക്കി എഴുതുന്നു. ഇത് നമ്മള് ഈ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വിശദമായി അറിയേണ്ടവർ ആ വീഡിയോ കാണുക. നോക്കാം, നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 22x പ്ലസ് 121 നമ്മൾ എക്സ് മൈനസ് 11 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ മൈനസ് 105 ആണ്, ഇവിടെ പ്ലസ് 121 ആണ്. അപ്പൊ വലുതും ചെറുതുമാണ്. അപ്പൊ 121 നിന്ന് നമുക്ക് 105 കുറച്ചാൽ നമുക്ക് 16 എന്ന് കിട്ടും. 16. ഇനി നോക്കാം, ഈ സ്ക്വയറിന്റെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് എന്നാവും. അപ്പൊ എക്സ് മൈനസ് 11 സമം റൂട്ട് 16. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 11 സമം 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് 4. മൈനസ് 11ന്റെ സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോകും പ്ലസ് 11 എന്നാവും. അപ്പൊ 4 പ്ലസ് 11. അപ്പൊ എക്സ് സമം നമുക്ക് 15 എന്ന് കിട്ടും. അതായത് 15 എന്ന് പറയുന്നത് നോക്കാം, നീളമാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. നീളം എക്സ് ആണ്. അപ്പൊ നീളം എന്നുള്ളത് നമുക്ക് 15 എന്ന് കിട്ടി. ഇനി വീതിയാണ് കിട്ടേണ്ടത്. വീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 22 ആണ്. അപ്പൊ 22ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് വീതിയും കിട്ടും. അപ്പൊ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പൊ നീളവും കിട്ടി, വീതിയും കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. ഈ രണ്ടാംകൃതി സമവാക്യത്തിൽ തന്നെ ഇതിന് നമ്മൾ വർഗത്തികവ് എന്ന ഭാഗം, വർഗം തികക്കുക എന്ന രീതിയിൽ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓപ്ഷൻ ചോദ്യമുണ്ട്, അതിലേക്ക് കടക്കാം. അപ്പൊ 10ാമത്തെ ഓപ്ഷണൽ ചോദ്യം നോക്കാം. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 100 കിട്ടി. എന്നാൽ സംഖ്യകളേവ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ നമുക്ക് എക്സ് എന്നെടുത്താൽ, ഒന്നാമത്തെ ഒറ്റ സംഖ്യ നമുക്ക് എക്സ് എന്നെടുത്താൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ എക്സ് പ്ലസ് 2 ആയിരിക്കും. അപ്പൊ നമ്മൾ ഒറ്റ സംഖ്യ എഴുതുകയാണെങ്കിൽ നോക്കാം, 1, 3, 5, 7 ഇങ്ങനെയാണ് ഒറ്റ സംഖ്യ ഉണ്ടാവുന്നത്. അപ്പൊ ഈ 1നോട് 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, 3നോട് 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്, 5നോട് 2 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. അപ്പൊ അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് എടുത്താൽ അതിനോട് 2 കൂട്ടുമ്പോഴാണ് തൊട്ടടുത്ത ഒറ്റ സംഖ്യ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇതിന്റെ ബാക്കി ഇത് രണ്ടും കൂടെ, ഇത് രണ്ടിന്റെയും ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 100 കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 2. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സംഖ്യയെ രണ്ട് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. ഇനി ഇതിനോട് 1 കൂട്ടിയാൽ, അതായത് പ്ലസ് 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. ഇനി നോക്കാം, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2, ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ട് പ്ലസ് കൊടുക്കുക, 2x പ്ലസ് 1 സമം 100. ഇവിടെ നമുക്ക് വർഗത്തികവ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടതില്ല, കാരണം ഇവിടെ പ്ലസ് 1 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമവാക്യത്തെ ഇനി നമ്മൾ ചെറുതാക്കി എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കാം, ഈ എക്സിന് മുന്നിലുള്ള സംഖ്യ 2 ആണ്, 2ന്റെ പകുതി 1, 1ന്റെ വർഗം 1 തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ വർഗത്തികവ് രീതിയിൽ ചെയ്യേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ ഒരു സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുക്കുന്നു, പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, 2ന്റെ പകുതി 1, എന്നിട്ട് നമ്മൾ ഹോൾ സ്ക്വയർ കൊടുക്കുന്നു. അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ 100 തന്നെ കൊടുക്കുന്നു.
ഇനി നോക്കാം സ്ക്വയറിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 100 എന്നാവും. ഇവിടെ x+1 തന്നെ ഉണ്ടാവും. അപ്പൊ 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ x+1 സമം നമുക്ക് 10 എന്ന് കിട്ടി. അപ്പൊ x സമം 10 മൈനസ് 1. അപ്പൊ x എന്ന് പറയുന്നത് 10ൽ നിന്ന് 1 കുറച്ചാൽ 9. അപ്പൊ x സമം നമുക്ക് 9 എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ 9, തൊട്ടടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഈ 9നോട് 2 കൂട്ടി കൊടുക്കുക. അപ്പൊ 11. അതായത് 9ഉം 11ഉം ആണ് ഇതിന്റെ ഉത്തരം. 9ഉം 11ഉം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 99 എന്ന് കിട്ടും. 99ലേക്ക് 1 കൂട്ടി കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. അപ്പൊ ചോദ്യം കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി കഴിഞ്ഞു. നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, ഒരു കളിസ്ഥലം നിരത്താൻ കൊണ്ടുവന്ന സിലിണ്ടർ ആകൃതിയിലുള്ള റോളറിന്റെ ആരം 50 സെന്റിമീറ്ററും നീളം 2 മീറ്ററുമാണ്. ഈ റോളർ 25 തവണ ഉരുട്ടിയാൽ നിരപ്പാകുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ബ്രാക്കറ്റില് പൈ സമം 3.14. അപ്പൊ ഇവിടെ നോക്കാം, ചോദ്യം എന്ന് പറയുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു റോളറാണ്. ഇതാണ് ഇപ്പം സിലിണ്ടർ ആകൃതി എന്ന് പറയുന്നത്. ഇതിന്റെ ആരം തന്നിട്ടുണ്ട്. ആരം 50 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ നീളം, അപ്പൊ ആരം എന്ന് പറയുന്നത് ഇതാണ്, ഇത് 50 സെന്റിമീറ്റർ. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്റർ. 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നീളം 2 മീറ്റർ. അപ്പൊ ഇവിടെ നോക്കാം, മുകളിലുള്ളത് 6 സെന്റിമീറ്റർ ആണ്, ഇത് മീറ്ററും ആണ്. അപ്പൊ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ രണ്ടും ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഞാൻ 2 മീറ്ററിനെ ഞാൻ 200 സെന്റിമീറ്റർ എന്നാക്കിയിട്ടാണ് കണക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ റോളർ ഒരു സ്ഥലം നിരത്താൻ കൊണ്ടുവന്നതാണ്. അപ്പൊ എത്രയാണ് 25 തവണ ഇത് കറങ്ങിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും അതിന്റെ സ്ഥലത്തിന്റെ പരപ്പളവ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം ഈ റോളറിന്റെ ഈ വക്രമുഖ പരപ്പളവ് കണ്ടാൽ മതി. ആദ്യം ഒരു തവണ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ 25 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഒരു വൃത്തസ്തംഭാകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് ഈ കാണുന്ന പുറം ഭാഗത ഇതാണ് കറങ്ങി പോകുന്നത്. അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇത് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം എന്ന പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. ഇതാണ് ഒരു തവണ കറങ്ങുമ്പോൾ കിട്ടുന്ന പരപ്പളവ്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു വൃത്തായതുകൊണ്ട് തന്നെ 2πr ഗുണിക്കണം ഉയരം എന്ന് പറയുന്നത് നമ്മൾ h. അപ്പൊ 2πr(h) എന്നാണ് ഇതിന്റെ സമവാക്യം. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 3.14. r എന്ന് പറയുന്നത് ആരമാണ്, അത് 50. h എന്ന് പറയുന്നത് 2 മീറ്റർ, അതായത് 200 സെന്റിമീറ്റർ. ഇതൊന്ന് നമുക്ക് ഗുണിച്ചു നോക്കാം. 2 ഗുണിക്കണം 3.14 പറയുമ്പോൾ 6.28 ഇൻറ്റു 50 200. ഇനി ഇവിടെ നോക്കാം, നമുക്ക് 2 5 10. അപ്പൊ ഇതുപോലെ തന്നെ എഴുതുന്നു 6.28. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 0, അപ്പൊ 3 0 കൂടെ കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 10,000 എന്ന് കിട്ടി. ഇനി നോക്കാം, പോയിന്റ് ഉള്ള സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ ഇവിടെ 2 0 കൊണ്ട് പോയിന്റിന്റെ അപ്പുറത്തേക്ക് എത്തും. അപ്പൊ ഈ 2 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 628 എന്ന് കിട്ടും. പിന്നെ നമുക്ക് 2 0 ഉള്ള 2 0 കൂടെ കൂട്ടി കൊടുത്താൽ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് 62,800 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു തവണ കറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരപ്പളവ്. ഇനി ഇത് 25 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ 25 കൊണ്ട് ഗുണിക്കാം. 25 കൊണ്ട്, അപ്പൊ 25 കൊണ്ട് ഗുണിക്കാൻ നോക്കാം. 628നെ നമുക്ക് 25 കൊണ്ട് ഗുണിക്കാം. 5 8 40 ശിഷ്ടം 4. 5 2 10 4 14 ശിഷ്ടം 1. 5 6 31 31. 2 8 16 ശിഷ്ടം 1. 2 2 4 1 5 2 6 12. 0 10 ശിഷ്ടം 1 ഉണ്ടാവും. അപ്പൊ 6 1 7 5 1. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 2 0 കൂടെ ചേർത്ത് കൊടുത്താൽ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത്
ഒരേ യൂണിറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ഇതിന് വക്രതല പരപ്പളവാണ്. അപ്പൊ വക്രതല പരപ്പളവ് എന്ന് പറയുമ്പോൾ ചുറ്റളവ്, പാത ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്. ഇപ്പൊ വൃത്തായതുകൊണ്ട് തന്നെ 2πr, ഉയരം എന്ന് പറയുന്നത് h. അപ്പൊ 2πr h എന്നുള്ള സമവാക്യമാണ്. ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ കിട്ടുന്ന പരപ്പളവ് കിട്ടും. ഇതിനെ നമ്മൾ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇത്രയുമാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 12ാമത്തെ ചോദ്യം, ചതുർഭുജം ABCD-യിൽ BD എന്ന വികർണം AB, DC എന്നീ വശങ്ങൾക്ക് ലംബമാണ്. AB സമം 6 സെന്റിമീറ്റർ, കോൺ A സമം 45 ഡിഗ്രി, കോൺ C സമം 30 ഡിഗ്രി ആയാൽ AD, BC എന്നീ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞ ചിത്രം ഈ ബോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ള AD, BC എന്നിവയുടെ നീളമാണ് നമുക്ക് കാണേണ്ടത്. അതായത് ADയുടെ നീളവും അതുപോലെ തന്നെ BCയുടെ നീളവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ രണ്ട് മട്ട ത്രികോണങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് ABD എന്നുള്ള ഒരു മട്ട ത്രികോണം, അതുപോലെ BDC എന്ന് പറയുന്ന മട്ട ത്രികോണം. മട്ട ത്രികോണത്തിന്റെ കോണളവുകൾ തന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഇതൊരു മട്ട ത്രികോണമാണ്. ഈ മട്ട ത്രികോണത്തിന് 45 ഡിഗ്രിയാണ്, ഇവിടെ 90 ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 45 ഡിഗ്രി. അപ്പൊ ഇതൊരു സമപാർശ്വ മട്ട ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ ഇത് 6 സെന്റിമീറ്റർ ആവുമ്പോൾ ഈ BDയുടെ നീളവും 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇനി നോക്കാം, ADയുടെ നീളം എന്ന് പറയുന്നത് 6, 6, 6√2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു 45, അതുപോലെ 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെയുള്ള കോണളവുകളിൽ എപ്പോഴും ഇതിന്റെ വശങ്ങൾ 1, 1, 1√2. 2 ആണെങ്കിൽ ഇവിടെ 2, അപ്പൊ 2√2. അതായത് 1, 1, 1√2. 2 ആണെങ്കിൽ 2, 2, 2√2. 3, 3, 3√2. അപ്പൊ 6 ആയപ്പോൾ 6, 6, 6√2. അപ്പൊ ഫസ്റ്റിലുള്ള ചോദ്യമായ ADയുടെ നീളം കിട്ടിക്കഴിഞ്ഞു. AD സമം 6√2. ഇനി അടുത്ത നോക്കൂ, ഇവിടെ 30 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു മട്ടത്രികോണാണ്. ഈ മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെയാവുമ്പോൾ 30ന്റെ എതിർവശം എന്ന് പറയുന്നത് 1 ആയിരിക്കും. 60ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് √3 ആയിരിക്കും. 90 ആകുമ്പോൾ അതിന് എതിർവശം 2 ആയിരിക്കും. അപ്പൊ ഇതേ രീതിയിൽ നമ്മളൊരു പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ 2, 2√3, 2ന്റെ ഇരട്ടി 4, 1ന്റെ ഇരട്ടിയാണ് 2. അപ്പൊ ഇനി ഇവിടെ 3 ആണെങ്കിൽ 3√3, 3ന്റെ ഇരട്ടിയായ 6. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 6. അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 6 വരുമ്പോ 60ന്റെ ഓപ്പോസിറ്റ് 6√3. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് 6ന്റെ ഇരട്ടിയായ 12. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 60 ഇവിടെയാണ്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് DC ആണ്. DCയുടെ നീളം 6√3. 90 എന്ന് പറയുന്നത് ഇവിടെയാണ്. 90ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 6ന്റെ ഇരട്ടിയായ 12. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ BCയുടെ നീളമാണ്. അപ്പൊ BCയുടെ നീളം എന്ന് പറഞ്ഞാൽ BC സമം 12 സെന്റിമീറ്റർ. ഓക്കെ, 12ാമത്തെ ചോദ്യം വരെയാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.